കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പ്രളയത്തിൽ തകർന്ന പാലം പുനർനിർമ്മിച്ചു. എന്നാൽ ഒരു വശത്തെ അപ്രോച്ച് റോഡ് ടാറിംഗ് നടത്താൻ നടപടിയില്ല. യാത്രാ ദുരിതത്തിലാണ് ഇടുക്കി പന്നിയാർകുട്ടിയിലുള്ളവർ. പ്രതിദിനം നിരവധി വിനോദസഞ്ചാരികളടക്കം കടന്നുപോകുന്ന വഴിയോടാണ് അധികൃതരുടെ അവഗണന. ഭയങ്കര ബുദ്ധിമുട്ടാണ് നടന്നു പോകാൻ. കാലിലൊക്കെ ചെടി ആൾക്കാരുണ്ട്. 2018 പ്രളയത്തിലാണ് ഇടുക്കി പന്നിയാർകുട്ടിയിലുണ്ടായിരുന്ന കോൺക്രീറ്റ് പാലം തകർന്നത്. തുടർന്ന് വർഷങ്ങളുടെ കാത്തിരിപ്പും വലിയ പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് പുതിയൊരു പാലം നിർമ്മാണം പൂർത്തിയാക്കിയത്. എന്നാൽ 200 മീറ്റർ മാത്രമുള്ള അപ്രോച്ച് റോഡ് ടാറിംഗ് നടത്തുവാൻ അധികൃതർ നടപടി സ്വീകരിച്ചില്ല. ചെറിയൊരു മഴ പെയ്തതോടെ റോഡ് ചെളിക്കുണ്ടായി മാറി. മഴ ശക്തമാകുന്നതോടെ കാൽനടയായി പോലും ഇതുവഴി കടന്നുപോകാൻ കഴിയില്ല. ഈ വഴി കാൽനടയ്ക്കാത്ത യാത്രക്കാർക്ക് ഒരിക്കലും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ട്രെക്കിംഗ് വണ്ടിക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. താനും ഈ വഴി നടന്നിട്ടില്ല. ഒരു 200 മീറ്റർ അനുസരിച്ച് ടാറിംഗ് ചെയ്താൽ ഇവിടുത്തുകാർക്ക് വളരെ ഉപകാരപരമായിരുന്നു. ഇവിടുന്ന് ഇഞ്ഞ് പോയെങ്കിൽ ഒരു സിറ്റിയിലേക്ക് പോകണമെങ്കിൽ 2 കിലോമീറ്റർ പോകണം. ഇവിടെയുള്ളവർക്കാണെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ വന്നാൽ മതി ടൗണിലേക്ക് വരാനായിട്ട്. ഇവിടെയാണെങ്കിൽ ബസ്സുകൾ യാത്ര ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ നിന്ന് പോകണമെങ്കിൽ ബസ്സുകൾ കുറവാണ്. കൂടുതലൊന്നും പറയാനില്ല. ഇതിനു മുമ്പ് ഒത്തിരി പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇനിയും പറഞ്ഞിട്ടെന്നാ കാര്യമിരിക്കുന്നത്. ചെളി കാരണം ഒന്ന് അക്കരയ്ക്ക് കടക്കാൻ പോലും മേലാതെ അവസ്ഥയാണ്. 200 മീറ്റർ റോഡ് നന്നാക്കാത്തതിനാൽ 2 കിലോമീറ്ററിലധികം ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. മാത്രവുമല്ല, വിനോദസഞ്ചാരികളുമായി എത്തുന്ന 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി ദിവസേന കടന്നു പോകുന്നത്. ഭയങ്കര ദുരന്തമാണ്. ഈ സൈഡൊക്കെ കണ്ടില്ലേ, ഇടിഞ്ഞൊക്കെ ഇരിക്കുന്ന. ഒരു 150 മീറ്റർ ഏറ്റവും കൂടുതൽ, അത്രേ ഉള്ളൂ. ബാക്കി ടാറിങ്ങാണ്. മഴയെ 4 വീലർ വണ്ടിയെ കയറി പോകത്തുള്ളൂ. ആൾക്കാരും പഞ്ചായത്തുകാരും എല്ലാവരും കൂടി ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി ഇതേപോലെ വണ്ടിക്കാർ സഹകരിക്കും. നിരവധി നാട്ടുകാർക്കും ഒപ്പം വിനോദസഞ്ചാര മേഖലയ്ക്കും ഒരുപോലെ പ്രയോജനകരമാകുന്ന റോഡ് നന്നാക്കാൻ അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 20,70,000 രൂപ മുടക്കി പുതിയ പാലം നിർമ്മിച്ചു. പക്ഷേ 200 മീറ്റർ റോഡ് നിർമ്മിക്കാൻ അധികൃതരുടെ കയ്യിൽ പണമില്ല. നാട്ടുകാർ എന്തു ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം നാട്ടുകാർ ഉയർത്തുന്നു. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.